ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. തകർത്തു പെയ്യുകയാണ് വൈകിയെത്തിയ കാലവർഷം. തോരാമഴയിൽ മലയാളിയുടെ മണ്ണും മനസ്സും കുളിരണിയുന്നു. പ്രകൃതി നൽകുന്ന ശുദ്ധജലം കുത്തിയൊലിച്ച് കടലിൽ പതിക്കുകയും മഴ മാറുമ്പോൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയും ചെയ്യുന്നതാണ് നമ്മുടെ രീതി. ഇതിനു പകരം മഴവെള്ളം സംഭരിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായി നടത്തേണ്ടിയിരിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. ഭീകരവാദത്തോടുള്ള കോൺഗ്രസിന്റെ നിലപാട് ഇരട്ടത്താപ്പാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ. മോഡി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും അവഗണനയ്ക്കുമെതിരെ കോൺഗ്രസ് പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. പട്ടികജാതി വിദ്യാർത്ഥികളുടെ ലംസം ഗ്രാന്റ് തുക വർദ്ധിപ്പിക്കണമെന്ന് ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തോടുള്ള കോൺഗ്രസ് നിലപാട് ഇരട്ടത്താപ്പാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ. ഭീകരവാദത്തിന് എതിരാണെന്ന വാർത്ത ജനങ്ങളിൽ പ്രചരിക്കുമ്പോൾ തന്നെ അബ്ദുൽ നാസർ മദനിക്കും മാറാട് കേസിലെ പ്രതികൾക്കും ജാമ്യം ലഭിക്കുന്നതിനുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇത്തരത്തിലുള്ള കോൺഗ്രസ് നിലപാട് ജനങ്ങൾ തിരിച്ചറിയണമെന്നും മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു. ഭീകരവാദത്തോടുള്ള കോൺഗ്രസിന്റെ നയം, കോൺഗ്രസിന്റെ നിലപാട്, ആ നിലപാട് ഇരട്ടത്താപ്പാണ് എന്നുള്ളത്. വാസ്തവത്തിൽ കോൺഗ്രസ് ഭീകരവാദികൾക്ക് സംരക്ഷണം നൽകുന്ന നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രോസിക്യൂഷന്റെ പേരിൽ, സർക്കാരിന്റെ പേരിൽ ഒരു മാൻഡേറ്ററി എതിർപ്പിനപ്പുറത്ത് വാസ്തവത്തിൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സുപ്രീം കോടതിയിൽ ഈ കഴിഞ്ഞ ദിവസം അബ്ദുൽ നാസർ മദനിയുടെ കാര്യത്തിൽ സ്വീകരിച്ചത്, ഇപ്പോ മാറാട് കേസിന്റെ കാര്യത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. മോഡി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും അവഗണനയ്ക്കുമെതിരെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ധർണ സംഘടിപ്പിച്ചു. കെപിസിസി ജനറൽ സെക്രട്ടറി സുമാ ബാലകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും അവഗണനയ്ക്കുമെതിരെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ധർണാ സമരം നടത്തി. കെപിസിസി ജനറൽ സെക്രട്ടറി സുമാ ബാലകൃഷ്ണൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ കെ.സി. അബു അധ്യക്ഷനായിരുന്നു. കെപിസിസി ജനറൽ സെക്രട്ടറി എൻ. സുബ്രഹ്മണ്യൻ, കെപിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ. പ്രവീൺകുമാർ, എഐസിസി അംഗം പി.വി. ഗംഗാധരൻ, മുൻ മന്ത്രി അഡ്വക്കേറ്റ് പി. ശങ്കരൻ, യു. രാമചന്ദ്രൻ മാസ്റ്റർ, പി.കെ. ചാക്കോ, കെ.പി. ബാബു, കെ.വി. സുബ്രഹ്മണ്യൻ, പി. മാധവദാസ്, പി.ടി. ജനാർദ്ദനൻ, അഡ്വക്കേറ്റ് എം.ടി. പത്മ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച ജില്ലാ നേതൃത്വം DDA ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പട്ടികജാതി വിദ്യാർത്ഥികളുടെ ലംസം ഗ്രാന്റ് തുക ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിന് സമാനമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ധർണ. പട്ടിക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ തട്ടേക്കാട് ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പട്ടികജാതി വിദ്യാർത്ഥികളുടെ ലംസം ഗ്രാന്റ് തുക ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിന് സമാനമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച ജില്ലാ നേതൃത്വം DDA ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചത്. പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ തട്ടേക്കാട് ധർണ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കഴിഞ്ഞ 3 വർഷമായി UDF സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. പട്ടികജാതി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക, അതുപോലെ തന്നെ കുടിശ്ശിക വരുത്തിയിട്ടുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക, സാമൂഹ്യനീതി അട്ടിമറിക്കുന്ന സംസ്ഥാന സർക്കാരിന് നയങ്ങൾ ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച ഈ സമരവുമായിട്ട് പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ടിറങ്ങി തിരിച്ചിരിക്കുന്നത്.
ജില്ലാ പ്രസിഡന്റ് പി സിദ്ധാർത്ഥൻ അധ്യക്ഷം വഹിച്ചു. ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി MC ശശീന്ദ്രൻ, BK പ്രേമൻ, KP ബാബു, RK ശങ്കരൻ, KV കുമാരൻ, PK തമ്പി, സത്യൻ, മോഹനൻ എന്നിവർ സംസാരിച്ചു. കേരളം മാറി മാറി ഭരിച്ചവരൊന്നും ദേവസ്വം ജീവനക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ. ക്ഷേത്ര ജീവനക്കാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ടെമ്പിൾ എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 1 ലക്ഷം ഒപ്പ് ശേഖരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ഏകീകൃത ദേവസ്വം നിയമനം നടപ്പിലാക്കുക, ക്ഷേത്ര ജീവനക്കാരുടെ ക്ഷേമത്തിന് കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് ടെമ്പിൾ എംപ്ലോയീസ് അസോസിയേഷൻ നടത്തുന്ന 1 ലക്ഷം ഒപ്പ് ശേഖരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ ഒപ്പ് ശേഖരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കേരളം മാറി മാറി ഭരിച്ച ഇരു മുന്നണികളും ക്ഷേത്ര ജീവനക്കാരുടെ ക്ഷേമത്തിനായി ഒരു പദ്ധതികളും നടപ്പിലാക്കിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷേത്ര ജീവനക്കാരെ ക്ഷേമപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭൗതികമായിട്ടുള്ള പുരോഗതിയോടൊപ്പം ആധ്യാത്മികമായിട്ടുള്ള ഉന്നതിയും ഉണ്ടാവണം. ആ ആധ്യാത്മികമായിട്ടുള്ള ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങളായിട്ട് ക്ഷേത്രങ്ങൾ മാറുമ്പോൾ അതിനർത്ഥം അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ആധ്യാത്മികമായിട്ടുള്ള ഔന്നത്യത്തിലേക്ക് മറ്റുള്ളവരെയൊക്കെ എത്തിക്കാൻ സഹായിക്കുന്ന ആളുകൾക്ക് അവരുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കണ്ണടച്ചുകൊണ്ട് ഉള്ളൊരു നിലപാട് അത് ആരെടുത്തു കഴിഞ്ഞാലും അത് ശരിയായിട്ടുള്ളൊരു നിലപാട്. കേരള സ്റ്റേറ്റ് ടെമ്പിൾ എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ആനന്ദൻ കൂന്തിലോട്ട് അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി CH പത്മനാഭൻ, KM സുരേഷ് ബാബു, M സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ KSTEA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് E സുനിൽ മോഹനെ ആദരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ശശി മുഖ്യപ്രഭാഷണം നടത്തി. സമസ്ത പൊതുപരീക്ഷയിൽ 93.87% വിജയം. മുഴുവൻ റാങ്കുകളും പെൺകുട്ടികൾ കരസ്ഥമാക്കി. ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലുമുള്ള 9389 മദ്രസകളിലാണ് പൊതുപരീക്ഷ നടത്തിയത്. ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതിയ മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ പേർ വിജയിച്ചത്. 1ാം റാങ്ക് ജേതാക്കൾക്ക് 5000 രൂപ വീതം ക്യാഷ് അവാർഡുകൾ നൽകും. സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് ജൂൺ 7-8 തീയതികളിൽ നടത്തിയ പൊതുപരീക്ഷയിൽ 93.87% പേർ വിജയിച്ചു. 5, 7, 10, +2 ക്ലാസുകളിലേക്കാണ് പൊതുപരീക്ഷ നടത്തിയത്. പരീക്ഷയ്ക്കിരുന്ന 2,16,379 പേരിൽ 2,03,125 പേരും വിജയിച്ചു. 5ാം തരത്തിൽ മലപ്പുറം ചെറുകര റേഞ്ച് പള്ളിപ്പടി ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിലെ റിൻഷാന P-യും 7ാം തരത്തിൽ പൂക്കോട്ടൂർ റേഞ്ച് മുണ്ടിത്തൊടിയിൽ ബാബുൽ ഉലൂം മദ്രസയിലെ നസീബ KP-യും 10ാം തരത്തിൽ പുഴക്കാട്ടിരി റേഞ്ച് ചക്കരാപ്പറമ്പ് കല്ലിങ്ങൽ മിഫ്താഹുൽ ഉലൂം മദ്രസയിലെ ഷിഫ ഷെറിൻ CK-യും +2-വിന് പന്നിയങ്കര റേഞ്ച് ചക്കുംകടവ് ഖുവത്തുൽ ഇസ്ലാം മദ്രസയിലെ ജുവൈരിയ NV-യും 1ാം റാങ്ക് കരസ്ഥമാക്കി. 8276 പേർ ഡിസ്റ്റിങ്ഷനും 39,882 പേർ ഫസ്റ്റ് ക്ലാസും നേടി. പരീക്ഷയിലെ റാങ്കുകൾ മുഴുവനും പെൺകുട്ടികൾക്കാണ് ലഭിച്ചത്. മാർക്ക് ലിസ്റ്റുകൾ 128 ഡിവിഷൻ കേന്ദ്രങ്ങളിൽ ജൂലൈ 17-ന് വിതരണം ചെയ്യും. 1ാം റാങ്ക് ജേതാവിനും അധ്യാപകനും സ്ഥാപനത്തിനും പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ സ്മാരക അവാർഡായ 5000 രൂപ വീതം നൽകുമെന്ന് സമസ്ത ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം.
നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പോൾ ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് കെട്ടിടം ശോചനീയാവസ്ഥയിൽ. മേൽക്കൂരയും ഓടുകളും തകർന്ന് കെട്ടിടം അപകടാവസ്ഥയിലാണ്. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ കാരണം നവീകരണ പ്രവൃത്തിക്കായി അധികൃതരുടെ ബന്ധപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മാനാഞ്ചിറ DTPC ഓഫീസിനു സമീപമാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത്. ഓടുമേഞ്ഞ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ കാരണം കഴിഞ്ഞ വർഷം ഓഫീസിന്റെ നവീകരണത്തിനായി PWDയുമായി വിദ്യാഭ്യാസ ഓഫീസർ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ വർഷം 1 കഴിഞ്ഞിട്ടും ഓടുമേഞ്ഞ കെട്ടിടത്തിന്റെ അവസ്ഥ പരിതാപകരമാവുകയല്ലാതെ കെട്ടിടം നന്നാക്കാനുള്ള യാതൊരു നടപടിയും ഉണ്ടായില്ല. ഈ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് വൈകിയെത്തിയ കാലവർഷം കെട്ടിടം കൂടുതൽ അപകടാവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കനത്ത മഴയിൽ മേൽക്കൂരയിലെ ഓട് തകർന്ന് ഓഫീസ് മുഴുവനും വെള്ളത്തിനകത്താണ്. ജീർണിച്ച കഴുക്കോലും മറ്റും ഒടിഞ്ഞു വീഴാറായിരിക്കുകയാണ്. ഓഫീസ് മുഴുവനും ചോർന്നൊലിക്കുന്നതിനാൽ വിലപിടിപ്പുള്ള ഫയലുകളും അനുബന്ധ രേഖകളുമെല്ലാം നനയുകയാണെന്ന് ഓഫീസ് അധികൃതർ പറയുന്നു. 3 ലേഡി സ്റ്റാഫുകളടക്കം 5ഓളം പേരാണ് ഓഫീസിലുള്ളത്. ഒന്നുകിൽ ഓഫീസ് നവീകരിക്കുകയോ അതോ ഓഫീസിന്റെ പ്രവർത്തനം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയോ ചെയ്യണമെന്നാണ് അധികൃതർക്ക് മുന്നിൽ ഇവരുടെ ശേഷിക്കുന്ന ആവശ്യം. ഒരു കുഞ്ഞു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് കോഴിക്കോട് NGO ക്വാർട്ടേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും നാട്ടുകാരും. സ്കൂളിലെ ആൻസി എന്ന കുട്ടിയുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായുള്ള മുഴുവൻ തുകയും സമാഹരിക്കാൻ കഴിഞ്ഞതിന് സമൂഹത്തിലെ സുമനസ്സുകൾക്ക് നന്ദി പറയുകയാണ് അവർ. ആൻസിയുടെ പേരിൽ സ്ഥിരനിക്ഷേപം ചെയ്ത 1,25,000 രൂപയുടെ ബാക്കി പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ ആൻസിക്ക് കൈമാറി. 2013-14 വർഷത്തിൽ സ്കൂളിലെത്തിയ ആൻസിയുടെ ചികിത്സയ്ക്കായി ഒരു കൈത്താങ് എന്ന നിലയിലാണ് റിട്ടയർഡ് DEO ശശിധരൻ ചെയർമാനായി ആൻസി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചത്. കമ്മിറ്റി ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായി 20,280,000 രൂപ ഓപ്പറേഷന് മുന്നോടിയായി നൽകി. ആകെ 22,65,180 രൂപയാണ് സമാഹരിച്ചത്. അക്കൗണ്ടിലെ പണം തീരുന്നതുവരെ ആൻസിയുടെ തുടർ ചികിത്സയ്ക്കായി പണം നൽകും. രക്ഷിതാക്കൾ ആവശ്യപ്പെട്ട പ്രകാരം പണം നൽകിയതിനു ശേഷം 1,64,908 രൂപ അക്കൗണ്ടിൽ അവശേഷിക്കുന്നുണ്ടെന്നും കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. വിദ്യാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും വ്യക്തികളും ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദങ്ങൾക്കതീതമായി നിലകൊണ്ടതുകൊണ്ടാണ് തങ്ങളുടെ പ്രയത്നം ഫലപ്രാപ്തിയിലെത്തിയതെന്നും ഒരു കുഞ്ഞുജീവൻ രക്ഷിക്കാനായതെന്നും അനുസ്മരിക്കുകയാണ് കമ്മിറ്റി ഭാരവാഹികൾ. കാരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ +2 ബാച്ച് അധ്യയനം തുടങ്ങി. കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യയന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നവാഗതരെ ഹാർദവമായി സ്വീകരിച്ചുകൊണ്ട് കാരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ +2 ബാച്ച് അധ്യയനം തുടങ്ങി. രാവിലെ വിദ്യാർത്ഥികൾ മെഴുകുതിരി കത്തിച്ചാണ് പുതിയ അധ്യയനത്തിനെ സ്വാഗതം ചെയ്തത്. പുതുതായി നിർമ്മിച്ച ബ്ലോക്കിൽ കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യയന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സ്റ്റേജിൽ വരെ യഥാർത്ഥത്തിൽ ആളുകൾക്ക് ശരിയായ പരിശീലനം ലഭിക്കണം. കേരളത്തിലേക്ക് വരണം. ഏറ്റവും നമ്മുടെ നിപുണി വികസിപ്പിച്ചെടുക്കണം. അതിനാണ് ഹയർ സെക്കൻഡറി ഉദ്ദേശിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജിലാണ്. ഒരു കാര്യം ഞാൻ പറയാം, 1-2 കൊല്ലം കൂടി SSLC ഉണ്ടാവുള്ളൂ, പരീക്ഷ ഉണ്ടാവുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ തന്നെ കരിക്കുലം കമ്മിറ്റിയുടെ മുമ്പിൽ ഈ വർഷത്തോടെ SSLC അവസാനിപ്പിക്കണം. പൊതുപരീക്ഷ SSLC അവസാനിക്കട്ടെ. SSLCയുടെ പൊതുപരീക്ഷ. അപ്പൊ അതുകൊണ്ടാണ് പലരും SSLC ആണ് അതിന്റെ ട്രെയിനിങ് പോയത്. മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഹയർ സെക്കൻഡറിയാണ്. എല്ലാ തൊഴിലിനും വേണ്ടി നമ്മൾ മാനദണ്ഡമായി തീരുമാനിക്കാൻ പോകുന്നത് ഹയർ സെക്കൻഡറിയാണ്. വാർഡ് കൌൺസിലർ T. കൃഷ്ണദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സീനിയർ ലെക്ചറർ KK കുഞ്ഞമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ A. രമ, HM അജിത് കുമാർ, ശ്രീനിവാസൻ, മുഹമ്മദ് കോയ, PTA പ്രസിഡന്റ് സുനിൽ കുമാർ എന്നിവർ സംബന്ധിച്ചു. കോഴിക്കോട് ജില്ലയിലെ തീരദേശ മേഖലയെക്കുറിച്ച് വ്യക്തമായ ദിശാബോധമുള്ള ആളായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ. ആനമാട് ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശിഹാബ് തങ്ങൾ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ വനിതകൾക്ക് തയ്യൽ മെഷീനുകളും മെറിറ്റ് അവാർഡും വിതരണം ചെയ്തു.
ആനമാട് ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ശിഹാബ് തങ്ങൾ അനുസ്മരണവും വനിതകൾക്ക് തയ്യൽ മെഷീൻ വിതരണവും മെറിറ്റ് അവാർഡ് ദാനവും നടത്തി. ആനമാട് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ എം.കെ. മുനീർ ശിഹാബ് തങ്ങൾ അനുസ്മരണം നടത്തി. കോഴിക്കോടുമായി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നതായി മുനീർ സ്മരിച്ചു. പഠനകാലം മുതൽ കോഴിക്കോട്ടെ നഗരവുമായി പുലർത്തിയ അടുപ്പം പിൻകാലവും അദ്ദേഹം തുടർന്നു. ജില്ലയിലെ തീരദേശ മേഖലയെക്കുറിച്ച് വ്യക്തമായ ദിശാബോധം തങ്ങൾക്കുണ്ടായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. അപ്രോച്ച് റോഡ് നിർമ്മാണം 1 വർഷത്തിനകം പൂർത്തിയാക്കുമെന്നും സംശയത്തിന്റെ ബോർഡുകൾ ഇനി ആവശ്യമില്ലെന്നും മുനീർ പറഞ്ഞു. പുലിമുട്ട് നിർമ്മാണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മന്ത്രി പി.ജെ. ജോസഫ് ഉടൻ മീറ്റിംഗ് വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന് കോഴിക്കോടുമായിട്ടുള്ള ബന്ധമാണ് നമ്മൾ ഇതിൽ കൂടുതലായി കാണേണ്ടത്. കോഴിക്കോട് പ്രദേശത്താണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. അതുകൊണ്ട് തന്നെ കോഴിക്കോട് സിറ്റിയെക്കുറിച്ച്, പ്രത്യേകിച്ച് ഇവിടുത്തെ തീരദേശത്തെക്കുറിച്ചൊക്കെ വ്യക്തമായ ബോധവും ദിശാബോധമുണ്ടായിരുന്ന നേതാവായിരുന്നു അദ്ദേഹം. കേരളത്തെപ്പറ്റി മുഴുവൻ അറിവുള്ള ആള്, കേരളത്തിന് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ള ആളാണെങ്കിലും ഏത് സമയത്തും അദ്ദേഹം അതിന്റെ കൂടെ കൂട്ടിച്ചോദിക്കുന്ന ഒരു കാര്യമാണ് കോഴിക്കോട് സിറ്റിയിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം എങ്ങനെയാണ്. വനിതകൾക്കുള്ള തയ്യൽ മിഷൻ വിതരണവും പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. സേവന പ്രവർത്തനങ്ങൾ അളവുകോലുകൊണ്ട് നിശ്ചയിക്കാൻ കഴിയാത്തവരാണെന്നും അർഹരായവരെ സഹായിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും മുനവർ അലി തങ്ങൾ പറഞ്ഞു. ഉന്തുവണ്ടി വിതരണോദ്ഘാടനം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി NC അബൂബക്കർ നിർവഹിച്ചു. പ്രദേശത്തു നിന്ന് SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മന്ത്രി ഡോക്ടർ M.K. മുനീറും മുനവർ അലി തങ്ങളും ചേർന്ന് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ക്യാഷ് അവാർഡ് വിതരണം സൗത്ത് മണ്ഡലം പ്രസിഡന്റ് K. മൊയ്തീൻ കോയ നിർവഹിച്ചു. കൌൺസിലർ PV അവറാൻ കുട വിതരണവും MP അബ്ദുൽ മോൻ പുസ്തക വിതരണവും നടത്തി. സൗത്ത് മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി CT സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. KP മജീദ്, KP ബഷീർ, AMK കോയ, AT മൊയ്തീൻ കോയ, VP അബ്ദുൽ ഹമീദ്, EP ഷെരീഫ്, V അബ്ദുൽ റഷീദ്, KP ആലിക്കോയ എന്നിവർ സംസാരിച്ചു. ദേശപോഷിണിയുടേത് ഇന്ത്യൻ നവോത്ഥാന ചരിത്രമാണെന്ന് പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ M.R. രാഘവ വാര്യർ. AG സോമനാഥ് രചിച്ച കിളിമൊഴി എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശപോഷിണി ഗ്രന്ഥശാലയുടെ ചരിത്രം മലബാറിന്റെയും കേരളത്തിന്റെയും ഇന്ത്യയുടെയും നവോത്ഥാനത്തിന്റെ ചരിത്രമാണെന്നും അത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കാൻ നടപടികളുണ്ടാകണമെന്നും പ്രശസ്ത ചിത്രകാരൻ ഡോക്ടർ M.R. രാഘവ വാര്യർ പറഞ്ഞു. താൻ പഠിച്ച സർവകലാശാലയാണ് ദേശപോഷിണി. ദേശപോഷിണിയുടെ പ്രവർത്തനങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. ദേശപോഷിണി പകർന്നു നൽകിയ വിജ്ഞാനം പലരെയും വിവിധ മേഖലകളിൽ പ്രശസ്തരാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. AG സോമനാഥ് രചിച്ച കിളിമൊഴി എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. PN ചന്ദ്രൻ പുസ്തകത്തിന്റെ ആദ്യ പ്രതി സ്വീകരിച്ച് ദേശപോഷിണി ഗ്രന്ഥശാലയ്ക്കു കൈമാറി. AP കൃഷ്ണകുമാർ അധ്യക്ഷനായിരുന്നു. PK പ്രകാശൻ, പൂനൂർ K. കരുണാകരൻ, ഡോക്ടർ സേതു ശിവശങ്കരൻ, P. ബാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. Premier, the king of footwears. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. ഒരു ഉത്സവമാക്കാം. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. ഫ്രണ്ട്സ് കാലിക്കറ്റിന്റെ 4ാം വാർഷികം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. മേയർ പ്രൊഫസർ AK പ്രേമജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡും ചടങ്ങിൽ മേയർ വിതരണം ചെയ്തു. കാരുണ്യ പ്രവർത്തനങ്ങളുടെ കൂട്ടായ്മയായ ഫ്രണ്ട്സ് കാലിക്കറ്റിന്റെ 4ാം വാർഷികവും SSLC+2 വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും കോഴിക്കോട് ടൗൺ ഹാളിലാണ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ കോഴിക്കോട് സാംബവ സമുദായത്തിലെ ആദ്യത്തെ ഹോമിയോ ഡോക്ടർ വിഭാഗത്തിന് പഠിക്കുന്ന AV അശ്വതി വേണുഗോപാലിനും ഷോർട്ട് ഫിലിം രംഗത്ത് ഈ വർഷത്തെ മികച്ച നടിക്കുള്ള PJ ആന്റണി സ്മാരക നാഷണൽ അവാർഡ് നേടിയ MH സീമയ്ക്ക് സ്വീകരണവും നൽകിയിരുന്നു. മേയർ പ്രൊഫസർ AK പ്രേമജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങളും മറ്റു പുരസ്കാരങ്ങളും മേയർ വിതരണം ചെയ്തു.
സാമ്പത്തികമായി ഉയർന്നാൽ മാത്രം പോരാ, വിദ്യാഭ്യാസപരമായിട്ടും ഉയരേണ്ടത് ആ വിഭാഗത്തിൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും ആ വിഭാഗം തന്നെ ഉണർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ക്ലബിന് രൂപവും ഭാവവും ലഭിച്ചതെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. കുമാർ, son of K.K. Reddy. ഫ്രണ്ട്സ് കാലിക്കറ്റ് പ്രസിഡന്റ് സി സുബ്രഹ്മണ്യൻ ചടങ്ങിന് അധ്യക്ഷം വഹിച്ചു. കൗൺസിലർ പി കിഷൻചന്ദ്, വി സുന്ദരൻ, രത്നാകരൻ എന്നിവർ സംസാരിച്ചു. കൊയിലാണ്ടി നഗരസഭയും കോതമംഗലം ഗവൺമെന്റ് LP സ്കൂളും ചേർന്ന് ലോക ജനസംഖ്യാ ദിനം ആചരിച്ചു. നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ കെ ഓമന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി നഗരസഭയും കോതമംഗലം ഗവൺമെന്റ് LP സ്കൂളും ചേർന്ന് ലോക ജനസംഖ്യാ ദിനം ആചരിച്ചു. കുട്ടികൾ ജനസംഖ്യ കണക്കു ചേർത്ത് വലിയ വാൾപേപ്പർ നിർമ്മിച്ചു. സ്കൂൾ ഹാളിൽ ചേർന്ന രക്ഷിതാക്കളുടെ സംഗമം നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ കെ ഓമന ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി നഗരസഭ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കാണ്, അവരെ ബോധവാന്മാരാക്കണം. അവർക്ക് ഈ ദിനാചരണത്തെ പറ്റി ബോധവാന്മാരാവണം അവർ. അതുപോലെ തന്നെ രക്ഷിതാക്കളും മുതിർന്ന പൗരന്മാരെല്ലാവരും ഈ ദിനാചരണത്തെ പറ്റി ബോധവാന്മാരാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ദിനാചരണം നമ്മൾ സ്കൂളുകളിലെ വേദികളിൽ ആചരിക്കുന്നത്. നമുക്കറിയാം, സമ്പത്ത് വർദ്ധിക്കുന്നില്ല, ഭൂമി വർദ്ധിക്കുന്നില്ല, ജനങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കൗൺസിലർ എ സുജാത അധ്യക്ഷം വഹിച്ചു. MG ബൽരാജ് മുഖ്യപ്രഭാഷണം നടത്തി. SSA കോർഡിനേറ്റർ എ ശൽമ, ഹെഡ്മാസ്റ്റർ KK നാരായണൻ, വി സുചീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ബിസിനസ് വാർത്തകൾ. ഇലക്ട്രോണിക് റീറ്റെയിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന SG ഗ്രൂപ്പിന്റെ SG ഇലക്ട്രോണിക്ക ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. LG റീജിയണൽ മാനേജർ കെ സുധീർ SG ഷോറൂം ഉദ്ഘാടനം ചെയ്തു. SG ഇലക്ട്രോണിക്ക മാനേജിംഗ് ഡയറക്ടർ KT ഷാജി അധ്യക്ഷം വഹിച്ചു. SG ഇലക്ട്രോണിക്ക എക്സിക്യൂട്ടീവ് ഡയറക്ടർ KT ജിസ്റ്റോ ആദ്യ വിൽപ്പന നടത്തി. ഫ്രാൻസിസ് ആലുക്ക, വർഗീസ് ആലുക്ക എന്നിവർ ചേർന്ന് ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ഫാദർ ഡേവിഡ് ദേവസി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ ലോകോത്തര ബ്രാൻഡുകൾ ഇനി SG ഷോറൂമിൽ ആവശ്യക്കാർക്ക് സ്വന്തമാക്കാവുന്നതാണ്. 25,000 ചതുരശ്ര അടിയിലൊരുങ്ങിയ SG ഇലക്ട്രോണിക്സ് കോഴിക്കോട്ടെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് ഷോപ്പ് കൂടിയാവുകയാണ്. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് 2.5 കോടി രൂപയുടെ സമ്മാന പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉദ്ഘാടന ദിവസം ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ മൊബൈൽ ഫോണാണ് സമ്മാനമായി നൽകുന്നത്. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കാലിക്കറ്റ്. ഫോൺ 049527612222. ഫുട്വെയർ നിർമ്മാണ രംഗത്ത് പേരുകേട്ട മലബാറിന് ചെരുപ്പും ചെരുപ്പ് നിർമ്മാണ ഉൽപ്പന്നങ്ങൾക്കും കടകൾ കയറി ഇറങ്ങേണ്ടതില്ല. എല്ലാം ഇനി ഒരു കുടക്കീഴിൽ സുലഭം. മലബാറുകാർക്ക് സ്വന്തമായൊരു ചെരുപ്പ് കൊട്ടാരവുമായി ധനേഷ് ഫുട്വെയർ കോംപ്ലക്സ് കോഴിക്കോട് കൊളത്തറയിൽ പ്രവർത്തനം ആരംഭിച്ചു. മേയർ പ്രൊഫസർ AK പ്രമേജം ധനേഷ് ഫുട്വെയർ നാടിനു സമർപ്പിച്ചു. ബാങ്ക് ഓഫ് ഇന്ത്യ ചീഫ് മാനേജർ സൈനുദ്ദീൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. BKC ഗ്രൂപ്പ് ചെയർമാൻ VKC മുഹമ്മദ് കോയ ആദ്യ വിൽപ്പന നടത്തി. KSSIA പ്രസിഡന്റ് MA അബ്ദുറഹ്മാൻ, CIFI കേരള ചാപ്റ്റർ ചെയർമാൻ റസാഖ്, ഫൂമ സെക്രട്ടറി CP അബൂബക്കർ, ഫൈറ്റർ സെക്രട്ടറി സിദ്ദിഖ്, ഫാമ പ്രസിഡന്റ് സന്തോഷ്, കൌൺസിലർമാരായ ശ്രീജ, ഹരീഷ്, ഷെറിൻ, ധനേഷ് എന്റർപ്രൈസസ് ചെയർമാൻ സുരേന്ദ്രൻ, മാനേജർ സ്വപ്ന വിനോദ്, ഡെൻക്ലിപ്സ് MD ധനേഷ് എന്നിവർ സംബന്ധിച്ചു. 2 നിലകളിലായി പ്രത്യേക സജ്ജീകരണങ്ങളോടെയാണ് ധനേഷ് ഫുട്വെയർ കോംപ്ലക്സ് ഒരുങ്ങിയിരിക്കുന്നത്. ചെരുപ്പ് നിർമ്മാണത്തിനായി പുതിയതും ആധുനിക രീതിയിലുള്ള മെഷീനുകളും ഉൽപ്പന്നങ്ങളുമാണ് ധനേഷ് ഫുട്വെയർ ആവശ്യക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത്. അതും മിതമായ നിരക്കിൽ. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നിരവധി ഓഫറുകളും ഡിസ്കൗണ്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാരമ്പര്യത്തിന്റെ പ്രൗഢിയും ലാളിത്യവും പുത്തൻ തലമുറയുടെ ഫാഷൻ സങ്കല്പവും ഒത്തുചേരുന്ന സമ്പൂർണ്ണ വസ്ത്രാലയം താജ് വെഡ്ഡിംഗ് കോഴിക്കോട് പന്തീരങ്കാവിൽ പ്രവർത്തനം ആരംഭിച്ചു. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുഗതനാണ് താജിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തത്.
വെഡിംഗ് കളക്ഷൻ, ഡിസൈനർ സാരീസ്, ഫാൻസി സാരീസ്, സൽവാർ സ്യൂട്ട്, കുർത്തീസ്, ലെഗിൻസ് ആൻഡ് ചോളീസ്, ബ്രാൻഡഡ് ജെന്റ്സ് റെഡിമെയ്ഡ്സ്, ഷർട്ടിംഗ് ആൻഡ് സ്യൂട്ടിംഗ്, കിഡ്സ് കളക്ഷൻ ആൻഡ് ഇന്നർ വെയർസ് തുടങ്ങിയവയെല്ലാം ഇനി താജിൽ ലഭ്യമാണ്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നിരവധി ഓഫറുകളും സമ്മാനങ്ങളും താജ് ഒരുക്കിയിട്ടുണ്ട്. ലക്കിഡോ കൂപ്പൺ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 3 ഭാഗ്യശാലികൾക്ക് പർച്ചേസ് കൂപ്പണും കൂടാതെ ഓരോ 1000 രൂപയുടെ പർച്ചേസിനോടൊപ്പം സമ്മാന കൂപ്പണും നൽകുന്നുണ്ട്. ജൂലൈ 10 മുതൽ ഒക്ടോബർ 10 വരെ നടക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി റെഫ്രിജറേറ്റർ, 2ാം സമ്മാനം വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനം മിക്സി കൂടാതെ 5 സ്പെഷ്യൽ ഗിഫ്റ്റുകളും സമ്മാനമായി ലഭിക്കും. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൊയിലാണ്ടി നഗരസഭയുടെ മഴയുത്സവത്തിന്റെ ഭാഗമായി കർഷക സംഗമം നടത്തി. പെരുവട്ടൂർ ഉജ്ജയിനിയിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ ടി കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പി വി മാധവൻ, രജീഷ് വെങ്ങളത്തുകണ്ടി, ഷൈജ ശ്രീലകം, വേണുഗോപാൽ, കെ ഇന്ദിര, കൃഷി അസിസ്റ്റന്റ് രജീഷ്, പി കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പരമ്പരാഗത കർഷകൻ ശങ്കരൻ ചേലിയ ജൈവ കൃഷി രീതികളെ അടിസ്ഥാനമാക്കി ക്ലാസുകളും എടുത്തു. ഇന്ത്യൻ സീനിയർ ചേംബർ കൊയിലാണ്ടി ലീജിയൻ ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ഭാഗമായി സാദരം 2014 പരിപാടിയിൽ SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ആദരിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കെ ബാലകൃഷ്ണൻ സ്കൂൾ പ്രധാന അധ്യാപകൻ കെ ചന്ദ്രന് ഉപഹാരം സമർപ്പിച്ചു. AP ഹരിദാസൻ, CK ശശിധരൻ, PM മുകുന്ദൻ, P വത്സൻ, രവി കോമത്ത്, സുലക്ഷ്മി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ചെറുവണ്ണൂർ തിരുഹൃദയ ദേവാലയത്തിൽ കേരള ലാറ്റിൻ കത്തോലിക്ക അസോസിയേഷൻ ചെറുവണ്ണൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചരിത്ര പഠന സെമിനാർ നടന്നു. കോഴിക്കോട് രൂപത മുൻ വികാരി ഫാദർ ജോസഫ് വാളാണ്ടി വിഷയാവതരണം നടത്തി. ഇടവക വികാരി ഫാദർ ജോൺസൺ അവരേവ് മോഡറേറ്ററായി. ജോസ് തെയ്യംതുരുത്തി, മഞ്ജു ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭീകരവാദത്തോടുള്ള കോൺഗ്രസിന്റെ നിലപാട് ഇരട്ടത്താപ്പാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ. മോഡി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും അവഗണനയ്ക്കുമെതിരെ കോൺഗ്രസ് പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. പട്ടികജാതി വിദ്യാർത്ഥികളുടെ ലംസം ഗ്രാന്റ് തുക വർദ്ധിപ്പിക്കണമെന്ന് ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.